ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ ഒരു ഫ്രോക്ക് ഡിസൈനാണ്, കോട്ട് മോഡൽ ഫ്രോക്ക് ഡിസൈൻ. കോട്ട് മോഡല് ഞാൻ നൈറ്റി ഇതിനു മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു അതേ നെക്ക് മോഡലാണ് ഈ ഒരു ഫ്രോക്കിനും വരുന്നത്. അപ്പം ഇത് ചെയ്യുന്നത് ഒരു കസ്റ്റമറാണ്. കസ്റ്റമർ എന്നതിലുപരി നിങ്ങൾ ഒരാളാണ്. എന്നെ തേടി കണ്ടുപിടിച്ച് ഇവിടെ എത്തി എനിക്ക് കൊണ്ടുവന്ന് തന്നതാട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബോഡിയുടെ നല്ല പാർട്ട്. ഇത് നമ്മൾ കോട്ട് മോഡൽ ചെയ്യാനായിട്ടുള്ള ഒരു കോളർ മോഡലിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു 1/2 മീറ്റർ മതി. 1/2 മീറ്റർ കൂടുതലാവും, പിന്നെ നമ്മൾ മേടിക്കുമ്പം 1/2 മീറ്റർ ആയിട്ടേ കിട്ടുള്ളൂ മിനിമം എമൗണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ 1/2 മീറ്ററിന്. അതല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ചെറിയ രീതിയിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിപ്പോൾ കസ്റ്റമർ തന്നേക്കുന്നത് എനിക്കിത് 2.5 മീറ്ററാണ്. ഇത് ഞാൻ ലൈനിങ് 3 മീറ്റർ ഉണ്ട്. ലൈനിങ്ങിന് വീതി കുറവാണ്, അപ്പം നമുക്ക് അത്രയും തുണി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ പാറ്റേൺ വരുന്നത്. യോക്ക് പോർഷൻ വന്നിട്ട് സ്കേർട്ട് പോലെ താഴത്തേക്ക് വന്ന് ഇവിടെ ഫ്ലീറ്റ്സുകൾ 2 സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് താഴെ ഫ്ലീറ്റ്സുകളിട്ട് ഒരു പോർഷൻ കൂടി. ഹാഫ് സ്ലീവ് ആണ്. ഇവിടെ നെക്കിൻ്റെ പോർഷൻ കോട്ടിൻ്റെ മോഡലിൽ വരും. ഓക്കെ, നമ്മളിപ്പോൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് യോക്കിൻ്റെ ലെങ്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ 18 ഇഞ്ച് ഞാനിപ്പോൾ എടുത്ത് 18 ഇഞ്ചിൽ വെച്ച് മടക്കി ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ലെങ്ത് 16 കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം. 18 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ മടക്കിയെടുത്തു. ഇവിടെയാണ്, മുകളിലാണ് ഫോൾഡിങ് വന്നേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം വരുന്നത്. ഞാൻ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് കൈക്കുഴിയും 7 ഇഞ്ച്. എന്നിട്ട് കൈക്കുഴി വരിക. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇതിന്റെ ചെസ്റ്റ് നമുക്ക് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. വേസ്റ്റിന്റെ വണ്ണം നമുക്ക് വരുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് വേണം. കാരണം നമ്മളിവിടെ 2 ടക്ക് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8.5 എന്നുള്ളത് 9 ഇഞ്ച് ഇവിടെ വേസ്റ്റ് എടുക്കുന്നുണ്ട്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ. ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടുന്നുണ്ട്. നമുക്ക് കൈക്കുഴി വരുന്നത് 15.5 അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് 15.5 കൈക്കുഴി ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ കൈക്കുഴി ഇവിടെ 15.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 7.75. ഓക്കെ, അപ്പോൾ 15.5 കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഷേപ്പ് ചെയ്യുക. ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കയറ്റി വരയ്ക്കുന്നുണ്ട്. നമ്മൾ ഫ്രോക്കിനൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ ടക്ക് വരയ്ക്കാനുള്ളത് കൂടി വരച്ചിട്ട് പോവാം. ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് താഴെ ആയിട്ട് മാർക്ക് ചെയ്യുക 11 ഇഞ്ചിൽ. എന്നിട്ട് ടക്ക് വിട്ട് നമുക്ക് വരുന്നത് 8 ഇഞ്ച് എടുക്കാം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ചിൻ്റെ ടക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് കൊടുക്കുക.
കണ്ടോ? ഓക്കെ, ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മള് ബാക്കിന്റെ കൈക്കുഴിയാണ് വരച്ചത്. ഫ്രണ്ടിന്റെ ഒന്ന് ഇത്തിരി 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടുക. അതുപോലെ തന്നെ നമുക്ക് നെക്ക് വൈഡ് വേണ്ടത് 3.25 അവിടുന്ന് ഒരു ചെറിയൊരു സ്ലാൻഡിങ് ഇപ്പുറത്തേക്ക് കൊടുക്കുക. അതും കട്ട് ചെയ്യുക. ഇവിടെ ഫോൾഡിങ് ഉള്ളത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസ് കൈ കുഴിച്ചു വിട്ട് സ്കേർട്ട് പോർഷനിലേക്ക് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്യുന്നില്ല, ഒറ്റ പീസായിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്കിന്റെ ലെങ്ത് ഇപ്പൊ നമുക്ക് 17 ഇഞ്ചാണ്. ടോട്ടൽ ഫുൾ ലെങ്ത് 47 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ച് അതിൽ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കി 30 ഇഞ്ചാണ് ലൈനിങ് നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 30 ഇഞ്ച് എടുക്കുക. അങ്ങനെ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസായിട്ട് എടുക്കുക. ഇതിവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 പീസായിട്ട് എടുക്കണം. ഇത് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും. അടുത്തത് നമ്മൾ സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത്. ഇത് സ്ലീവ് ഞാൻ ഇപ്പൊ ഹാഫ് സ്ലീവ് മോഡലിലാണ്, അത് ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇപ്പൊ ടീനേജേഴ്സിനൊക്കെയാണ് ഈ മോഡല് ഫ്രോക്ക് തയ്ക്കുന്നതെങ്കിൽ ഹാഫ് സ്ലീവിന് പകരം ക്യാപ് സ്ലീവോ അല്ലെങ്കിൽ അംബ്രല്ല സ്ലീവോ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ നമ്മള് ലൈനിങ് എല്ലാത്തിന്റെയും വെട്ടി കഴിഞ്ഞു. ഇത് യോക്ക് പാർട്ട്, ഇത് സ്കേർട്ട് പാർട്ട്, ഇത് സ്ലീവിന്റെ പോർഷൻ. ഓക്കെ, ഇനി നമ്മള് നല്ല പീസ് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല പീസിൽ ഇപ്പൊ നമ്മള് ബാക്ക് പീസ് ലൈനിങ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോ 2 ഫോൾഡിങ്ങോട് കൂടിയിട്ടുള്ള പീസുണ്ട്, ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഉള്ളത്. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ബാക്ക് പീസ് വെച്ച് 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇതില് ഒരു പീസ് ബാക്കിനായിട്ട് വെച്ചു കൊടുക്കുക. ബാക്കിൽ നമ്മൾ ടക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ ബാക്കിലും ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു മാർക്കിങ് ബാക്കിലേക്കും കൂടി കൊടുക്കുക. ബാക്ക് പീസിന് നമ്മൾ ടക്ക് വരച്ചിട്ട് കൊടുത്തു. എന്നിട്ട് കോട്ട് മോഡല് നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെ ഷോൾഡറിന്റെ അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നെക്ക് വൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത് 3.25 അത് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഈ പോർഷൻ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് നെക്കിന് നമ്മള് ആ ഒരു കോട്ട് മോഡല് ഫോൾഡിങ് വരാനായിട്ട് നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് വരത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു സെന്ററിലെ ആ ഫോൾഡിങ് 10 ഇഞ്ച് വരെയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അവിടെയാണ് നമ്മൾ ആ ഓറഞ്ച് പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മള് കോട്ട് മോഡലിൽ ഫോൾഡിങ് വരുമ്പോൾ ഇതുപോലെ വരും. നമുക്ക് ഇത്രയും വീതിയിലാണ് ഫോൾഡ് വരുന്നത്. ഇതിപ്പോ നമുക്ക് ഇത്തിരി കൂടി വീതി കൂടുതലാണെങ്കിൽ ഇവിടുത്തെ നെക്ക് വൈഡ് നമ്മൾ 3.25 എടുത്തത് ഇത്തിരി കൂടി കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഇതും താഴത്തേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇത്തിരി കൂടി വലിപ്പമുള്ള കോട്ട് പോലെ വരും. ഇതിപ്പോ ഫ്രോക്ക് ആയതുകൊണ്ട് ഒരുപാട് വലുത് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ
ഈ ഒരളവിലെടുത്തത്. പിന്നെ കസ്റ്റമറിന് അധികം നെക്ക് വൈഡും വേണ്ട. ഓക്കെ. സ്കേർട്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്കേർട്ട് പോർഷൻ ഇത് 2 പീസായിട്ടാണ് നമ്മൾ നല്ല പീസ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത് 47-ല് 17 ഇഞ്ച് യോക്ക് പോയി, ബാക്കി 13 ഇഞ്ചാണ് സ്കേർട്ട് പോർഷനിൽ വേണ്ടത്. ഈ ഒരു പോർഷൻ നമ്മൾ 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് 30 ഇഞ്ചില് 10 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 20 ഇഞ്ചാണ് ഇവിടെ വേണ്ടത്. 20 ഇഞ്ചും തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടി ഞാനിപ്പോ 21 ഇഞ്ചില് 21 ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു, ഇവിടെ ഞാൻ ഫോൾഡിങ്ങോട് കൂടിയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ 2 പീസ് കിട്ടും, ഫ്രണ്ടും ബാക്കും ആയിട്ടും. ഓക്കെ. അപ്പൊ 21 ഇഞ്ച് തുണിയുടെ ഫുൾ വിഡ്ത്തിലാണ് എടുക്കുന്നത്. ഓക്കെ. ഇത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ സ്കേർട്ട് പോർഷനിലുള്ള 2 പീസ്, ഫസ്റ്റ് പീസാണ് മുകളിലത്തെ ഫസ്റ്റ് പീസ് 2 കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ താഴത്തേക്കുള്ള പീസാണ്, അത് 10 ഇഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത്. അടിയിലെ സെക്കൻഡ് പീസിന് നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ അത് 10 ഇഞ്ച് വെച്ച് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ സ്ലീവിനുള്ള ലെങ്ത് ഇവിടെ കുറവാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ 9 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഫുൾ ലെങ്തിൽ ഒരിത്തിരി കുറയുന്നു മാത്രമേ ഉള്ളൂ, വലിയ കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ 10 ഇഞ്ചിന് പകരം 9 ഇഞ്ചാണ് ഇപ്പം എടുക്കുന്നത്. 9 ഇഞ്ചിന്റെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. നമ്മൾ 9 ഇഞ്ചിൽ മടക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പോൾ 9 ഇഞ്ച് എടുത്തതുകൊണ്ടാണ് ബാക്കി നമുക്ക് സ്ലീവിന് കറക്റ്റ് 11.5 ഇവിടെ കിട്ടുള്ളൂ, അല്ലാണ്ട് അപ്പുറത്തേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 9 ഇഞ്ച് എടുത്തത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ താഴെ ഫ്ലീറ്റ്സിന് കിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഇത്തിരി ഒക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. നിങ്ങൾ ഇതിപ്പോൾ 47 ഇഞ്ച് ലെങ്തിൽ ആണ് ഫ്രോക്ക് തയ്ക്കുന്നതെങ്കിൽ നിങ്ങളൊരു മിനിമം 2.25 മീറ്റർ എങ്കിലും വേണം. ഓക്കെ. നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ ആ തുണിയുടെ ഫുൾ വിഡ്ത്തിലാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുകളിലത്തെ പീസ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പം അതേ വിഡ്ത്ത് തന്നെയാണ് ഇതിനും വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്ലീറ്റ്സ് ഇടാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബാലൻസ് ഉള്ള തുണി വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് ഇനി നമുക്ക് സ്ലീവിനായിട്ടുള്ള തുണി. സ്ലീവിന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, ബാക്കി കുറച്ച് ഭാഗമുണ്ട്. അത് നമുക്ക് ആ ഒരു സ്കേർട്ടിന്റെ സെക്കൻഡ് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ബാലൻസ് കിട്ടിയ പീസിൽ നിന്ന് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മൾ സ്കേർട്ടിന്റെ സെക്കൻഡ് ലെയർ. നമ്മൾ 9 ഇഞ്ചിൽ മുറിച്ചു വെച്ച പീസ്. ആ ഒരു അളവില് നമ്മളിപ്പോൾ ഇത് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ 2 പീസ് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഫോൾഡിങ് കട്ട് ചെയ്ത് ഇത് 2 പീസാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് തുണി ഇത്തിരി കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. 3 മീറ്റർ തുണി ശരിക്കും മേടിക്കുവാണെങ്കിൽ ജോയിന്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുക്കാം. ഇവിടെ വീത് കുറവാണ്, അപ്പം അത് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഇപ്പം 2 പീസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കട്ടിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാന്ന് നോക്കാം. തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസ് നമ്മൾ സെന്റർ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു പീസ് ലൈനിങ്ങുമായിട്ട് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയാണ്. ഇതിലേക്ക് കൈക്കുഴിയും നെക്കിന്റെ പോർഷനും നമ്മൾ ഈ സെന്റർ കട്ട് ചെയ്ത പോർഷനും ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുകയാണ് ലൈനിങ്ങിലേക്ക്. നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് ഒരു ഓറഞ്ച് പീസ് നമ്മൾ ആ കോട്ട് മോഡല്
നെക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പീസിനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 12.5 ഇഞ്ച് വിഡ്ത്തും 12.5 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പീസിനെ, ഇതാണ് തുണിയുടെ നല്ല വശം, അതിന്റെ മുകളിലേക്ക് ഇവിടെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ തിരിച്ചിട്ടിട്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത പോർഷനൊക്കെ കറക്റ്റ് സെപ്പറേഷൻ ഇല്ലാണ്ട് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുവഴി ഇങ്ങനെ അടിക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കട്ട് ചെയ്തിട്ട് മറിച്ചിടും. ഇപ്പം നമ്മൾ ഈ പീസ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വെട്ട് തുടങ്ങിയ ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടം വരെയാണ് നമ്മൾ റൗണ്ടായിട്ട് അടിച്ച് പോന്നേക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് കളയുകയാണ്. അതുപോലെ ഈ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കട്ടിങ് ഇട്ട് കൊടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് മറിയുള്ളൂ. ഫുള്ളായിട്ട് മറിച്ചിടുക. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പോയിന്റഡ് ആയിട്ട് തന്നെ വരണം. ഇപ്പം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് പിടിപ്പിച്ചു. ഞാൻ അതൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കിയതാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മളിതിങ്ങോട്ട് മറിച്ചിട്ടാണ്. കണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സൈഡൊക്കെ ഇതിലേക്ക് മടക്കി വെച്ച് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നെക്ക് വൈഡും ഇറക്കവും നമുക്ക് വേണ്ടത്, നെക്കിറക്കം 4.5 മതി എന്ന് പറഞ്ഞു. അപ്പോൾ 5 വരത്തക്ക രീതിയിൽ നമ്മളിവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം. നെക്ക് വൈഡ് നമ്മൾ 3.25. അപ്പോൾ അടിച്ചു മറിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 3.5 ആയിട്ടുണ്ട്. 3.5 ആവുമ്പോൾ നമ്മുടെ വൈഡ് 7 ഇഞ്ച് വെച്ച് എടുക്കുക. 3.5 7 ഇഞ്ച്. ഇറക്കം നമുക്ക് വേണ്ടത് 4.5 ആണ്. 4.5 ഷോൾഡറിന്റെ തയ്യൽ തുമ്പൂടും കൂട്ടി 5 വെച്ച് നമ്മൾ ഈ ഒരു പീസ്, ഇങ്ങനെ ഒരു പീസ് 2ആയിട്ട് മടക്കിയെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. 5 ഇഞ്ച് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് നെക്കിന്റെ ഇറക്കത്തിലും വൈഡിലും ആയിട്ട് ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതുവഴി നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതിലേക്ക് ഇങ്ങനെ. ഓക്കെ, ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഹെം ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇതിങ്ങനെ പൊന്തി പോവാണ്ടിരിക്കാനായിട്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പോർഷനും ഇതുപോലെ തന്നെ ഹെം ചെയ്ത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ ടക്ക് ഇടാനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു മാർക്കിങ്ങിൽ ടക്കുകൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ടക്ക് ഇടാനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ലൈനിങ് പീസ് നല്ല പീസിലേക്ക് ഷോൾഡറും കൈക്കുഴി എല്ലാ ഭാഗവും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടക്ക് രണ്ട് സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ,
ബാക്ക് പീസിന്റെ നെക്ക് നമ്മൾ വെട്ടിയിരുന്നില്ല, നമ്മൾ ഇതിൽ തന്നെയാണ് വെട്ടുന്നത്. എന്നിട്ട് നല്ല പീസുമായിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ്. നെക്ക് വൈഡ് നമ്മൾ 3.25 എടുത്തേക്കുന്നത്. നെക്കിന്റെ ഇറക്കം 1.5 വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പടക്കം 2 ഇഞ്ച് വരും. അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 1.25 മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അടിച്ച് മറിക്കാനായിട്ട്. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. നല്ല പീസും അതുപോലെ തന്നെ കട്ട് ചെയ്യാം. രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇതിന് ഇത് നമ്മൾ അടിച്ച് മറിക്കുക. എന്നിട്ടാണ് ഷോൾഡറും സ്ലീവേലേക്കും ഒക്കെ ജോയിൻ ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ടക്കിട്ട് കൊടുക്കുക. അതായപ്പോൾ നമ്മൾ ഇവിടെ ടക്കിട്ട് എടുത്തു. 2 സൈഡും ടക്കിട്ടു. അതുപോലെ തന്നെ ബാക്ക് പീസിന്റെയും ബാക്കില് 2 സൈഡിലും ടക്കിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ റൗണ്ടിൽ പിടിപ്പിക്കുന്നത്. ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഇത് സ്കേർട്ട് പോർഷന്റെ ലൈനിങ് ആണ്. സ്കേർട്ട് പോർഷന്റെ ലൈനിങ് നമ്മൾ സാധാരണ നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അടിവശം മടക്കി അടിക്കുക. ഒരു സൈഡ് ഇത് ഒരു പീസ് ഫ്രണ്ട് പീസും ഒരെണ്ണം ബാക്ക് പീസും ആണ്. എന്നിട്ട് ഇത് അടിവശം മടക്കി അടിക്കുക. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സാധാരണ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് നമ്മുടെ വേസ്റ്റിന്റെ വണ്ണത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ. നല്ല പീസും നമ്മള് സെന്റർ പോർഷനിൽ സെന്ററിൽ നിന്ന് നമ്മുടെ ആ ടക്ക് വരുന്നുണ്ടല്ലോ, ബോഡി പാർട്ടിൽ ടക്ക് വരുന്ന ആ ഒരു 2 പോർഷനിലായിട്ടാണ് ഇതിന് 3 ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇത്തിരി വലിയ ഫ്ലീറ്റ്സുകളായിട്ട് ഉള്ളിലേക്ക് തള്ളി എന്നിട്ട് ഇതിനെ വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാണിക്കാം. നമ്മളിപ്പോൾ യോക്ക് പോർഷൻ ഷേപ്പ് ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്ത്. അതുപോലെ തന്നെ ലൈനിങ്, സ്കേർട്ട് പോർഷന്റെ ലൈനിങ് ഫ്ലീറ്റ്സ് ഇട്ടു എടുത്തു. ഇനി നമ്മൾ നല്ല പീസിൽ ഫ്ലീറ്റ്സ് ഇടാൻ പോവാണ്. അത് നമ്മൾ ഈ തുണിയുടെ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്യുക. ഇതൊരൊറ്റ പീസ് ഫ്രണ്ടിലേക്കും അടുത്ത പീസ് ബാക്കിലേക്കുമാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സെന്റർ വെച്ച് ഇവിടെ കട്ടിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഈ സെന്ററിൽ നിന്ന് വേണം ഇത് ജോയിൻ ചെയ്യാനായിട്ട്. സെന്ററിൽ നിന്ന് ഇവിടുന്ന് 4 ഇഞ്ചിനാണ് നമ്മൾ ഈ ഒരു ടക്കിട്ട് കൊടുത്തത്. അതിന്റെ താഴെയായിട്ട് നമ്മൾ 3 ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി വലിയ ഫ്ലീറ്റ്സ് തന്നെ ഇട്ട് കൊടുത്തു. എന്നാലേ നമ്മുടെ ഈ ഒരു തുണി നമുക്ക് ഇതിനകത്തേക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഫ്ലെയറോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. വലിയ ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ 3 ഫ്ലീറ്റ്സ് വരത്തക്ക രീതിയിൽ ഇവിടെയും, അതുപോലെ തന്നെ ഈ ടക്കിന്റെ താഴെ ഇപ്പുറത്തും നമ്മൾ ഇങ്ങോട്ട് 3 ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ അടിക്കുന്നത് ലൈനിങ് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടതിന്റെ മുകളിൽ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുക. ആദ്യം ഫ്ലീറ്റ്സ് ഇട്ട് അടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മൾ 3 ഫ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളിത് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് യോക്ക് പീസിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ ലൈനിങ് പീസ് ആയിട്ട് നല്ല പീസിനെ ജോയിൻ ചെയ്ത് വെച്ചു. വേസ്റ്റിന്റെ വണ്ണത്തിനനുസരിച്ച് കറക്റ്റ് ഷേപ്പ് ചെയ്തിരിക്കുകയാണ്.
താഴത്തേക്ക് നമുക്ക് ലെങ്ത് ഇനി നല്ല പീസിന് ഒരു ലെയർ കൂടി വരാനുണ്ട്. ലൈനിങ് ഒറ്റ പീസിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. ഓക്കെ, ഈ ഒരു പീസ് നമ്മൾ അടുത്ത ഒരു ലെയറായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിന് നമ്മൾ മുകളിലും താഴെയും ഉരുട്ടിയിട്ട് ഈ ഒരു ലെയറിലേക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്യാണ്. താഴത്തെ ലെയറിന്റെ പീസുകൾ ജോയിൻ ചെയ്തെടുത്തു. നമ്മൾ തുണി തികയാൻ കാരണം കുറച്ച് ചെറിയ പീസുകളൊക്കെ ആയിരുന്നു. അതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് എന്നിട്ട് മുകളിലും താഴെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, മുകൾ വശത്തും ഇവിടെയും ഉരുട്ടി കൊടുത്തു. ഇനി നമ്മുടെ സ്കേർട്ട് പോർഷന്റെ അടിവശത്തേക്ക് ഈ ഒരു പീസിനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ വെച്ച് ഇതിന്റെ അറ്റം വശം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നൂല് പോകാണ്ടിരിക്കാൻ. എന്നിട്ട് ഇതിന് ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് സെക്കൻഡ് ലെയർ കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പം നമ്മുടെ ഫ്രോക്കിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്തു, സ്ലീവ് റൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, നല്ലത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്